ധർമ്മകന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കണി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും പോരാ. 13-ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഒരമ്മയ്ക്കും സഹിക്കാൻ സാധിക്കാത്ത രംഗം. നൊന്തു പ്രസവിച്ച മകന്റെ ചേതനയറ്റ ശരീരം. താരാട്ടു പാടുകയും താലോലിക്കുകയും ചെയ്ത ആ കൈകൾ തന്റെ മകന്റെ മൃതശരീരം ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ ആ വാൾ കുത്തിയിറക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങയുടെ തിരുശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോൾ ആ അമ്മ അനുഭവിച്ച വേദന എത്രയധികമായിരുന്നിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ വേദനകളും ക്ലേശങ്ങളും അതിന്റെ പൂർണ്ണതയിലാണെന്ന് നാം വിലപിക്കുന്നു. ആ സമയങ്ങളിൽ കുരിശിന് താഴെ നിൽക്കുന്ന ആ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. തന്റെ മകൻ ശരീരത്തിൽ അനുഭവിച്ച വേദന മുഴുവൻ ആ അമ്മ മാനസികമായി അനുഭവിച്ചു കഴിഞ്ഞു. അതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളെല്ലാം എത്ര നിസ്സാരമാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും വലിയ പാഠം ആ അമ്മയും മകനും നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ വചനം പറയുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. വിശുദ്ധവാരത്തിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും പങ്കുവയ്ക്കുവാനും നമുക്ക് ശ്രമിക്കാം.